തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾക്കും വൈകാരികമായ വോട്ടെടുപ്പുകൾക്കും സാക്ഷ്യം വഹിക്കാറുണ്ട്. സിനിമയും രാഷ്ട്രീയവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ ശക്തിയുടെ ഉദയം സംഭവിക്കുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ സ്വാഭാവികമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുടെയും അതിൻ്റെ അധ്യക്ഷൻ വിജയുടെയും വൻ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ആദവ് അർജുന. കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ, പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്, ബിസിനസ് കുടുംബാംഗം എന്നിങ്ങനെ പല വേഷങ്ങളിൽ തിളങ്ങുന്ന ആദവ് അർജുനയുടെ ജീവിതം തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ നേർചിത്രമാണ്. തിരുച്ചിറപ്പള്ളിയിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ 1982 ഏപ്രിൽ 12 ആദവ് അർജുന ജനിച്ചത്. പിതാവ് രാജേന്ദ്രൻ ഒരു കർഷകനായിരുന്നു. ബാല്യകാലത്ത് തന്നെ മാതാവ് കല്യാണിയെ നഷ്ടപ്പെട്ട ആദവ് തൻ്റെ മുത്തച്ഛിയുടെയും അമ്മാവൻ്റെയും സംരക്ഷണത്തിലാണ് വളർന്നത്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വളർത്തമ്മയായി എത്തിയ തിലകാവതി IPS തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ എന്ന നിലയിൽ പ്രശസ്തയാണ്. ഈ അച്ചടക്കമുള്ള പശ്ചാത്തലം ആദവിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ചെന്നൈയിലുള്ള മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം പഠനകാലത്ത് തന്നെ മികച്ചൊരു ബാസ്കറ്റ്ബോൾ താരം എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കായിക രംഗത്താണ് ആദവ് തൻ്റെ കരിയർ ആരംഭിച്ചത്. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ദേശീയ തലത്തിൽ കളിച്ച അദ്ദേഹം പിന്നീട് സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് തിരിയുകയായിരുന്നു. തമിഴ്നാട് ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായും പിന്നീട് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചു. 2023 ബാസ്കറ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ദേശീയ കായിക രംഗത്തെ നിർണായക ശക്തിയായി അദ്ദേഹം മാറുകയായിരുന്നു. സ്പോർട്സിലെ തൻ്റെ സംഘടനാ മികവ് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നതിലും അദ്ദേഹം പിന്നീട് ഉപയോഗിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടിലെ വേഗമേറിയ നീക്കങ്ങൾ പോലെ തന്നെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ആദവ് അർജുനയുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലെ ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിലാണ്. 2014 മുതൽ DMK എന്ന പാർട്ടിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ അദ്ദേഹം പങ്കാളിയായി. തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച ഐപാക്കും പ്രശാന്ത് കിഷോറും DMKയിലേക്ക് എത്തുന്നത് ആദവ് അർജുനയുടെ ഇടപെടലിലൂടെയാണെന്ന് പറയപ്പെടുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ DMKയുടെ വൻ വിജയത്തിന് പിന്നിൽ ഈ തന്ത്രങ്ങൾ വലിയ പങ്കുവഹിച്ചു. പിന്നീട് വൺ മൈൻഡ് ഇന്ത്യ, വോയിസ് ഓഫ് കോമൺസ് തുടങ്ങിയ രാഷ്ട്രീയ ഗവേഷണ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. രാഷ്ട്രീയത്തെ കേവലം പ്രസംഗങ്ങളിൽ ഒതുക്കാതെ കൃത്യമായ ഡേറ്റ വിശകലനത്തിലൂടെയും ഡിജിറ്റൽ ക്യാമ്പയിനിങ്ങിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. വിടുതലൈ ചിരുതൈകൾ കക്ഷിയിലൂടെയാണ് ആദവ് നേരിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ വിജയം കണ്ടു. ഇതിൻ്റെ അംഗീകാരമായി അദ്ദേഹം VCKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം പാർട്ടിയുമായി അകന്നു. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുത്തതും വംശീയ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കണമെന്ന് ആഹ്വാനം ചെയ്തതും DMKയുമായുള്ള സഖ്യത്തിലായിരുന്ന VCK നേതൃത്വത്തെ ചൊടിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിലേക്കും പിന്നീട് പാർട്ടിയിൽ നിന്നുള്ള രാജിയിലേക്കും നയിച്ചു. 2025 ജനുവരിയിൽ വിജയുടെ സാന്നിധ്യത്തിൽ TVKയിൽ ചേർന്ന ആദവ് അർജുനയ്ക്ക് പാർട്ടിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാനേജ്മെൻറ്റ് ജനറൽ സെക്രട്ടറി എന്ന ഉയർന്ന പദവിയാണ് ലഭിച്ചത്. വിജയ്ക്കും ജനറൽ സെക്രട്ടറി ആനന്ദിനും ശേഷം പാർട്ടിക്കുള്ളിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി അദ്ദേഹം മാറുകയായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈയിലെ വില്ലിവാക്കം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് അദ്ദേഹം DMK സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി. അദ്ദേഹം അങ്ങനെ നിയമസഭയിലേക്ക് എത്തി. ഒരു നവാഗത പാർട്ടിക്ക് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് ഇത്രയും വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞതിന് പിന്നിൽ ആദവിൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ആദവ് അർജുനയുടെ രാഷ്ട്രീയ വളർച്ച ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനൊപ്പം വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങൾ. തമിഴ്നാട്ടിലെ വിഖ്യാത വ്യവസായിയും ലോട്ടറി കിങ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ മകൾ ഡെയ്സി മാർട്ടിനാണ് ആദവിൻ്റെ ഭാര്യ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവാദങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക, അതായത് 1368 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയുടെ ഉടമയാണ് സാന്റിയാഗോ മാർട്ടിൻ. ആദവ് അർജുനയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും TVKയുടെ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ സാന്റിയാഗോ മാർട്ടിൻ്റെ സാമ്പത്തിക സഹായമുണ്ടെന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം സ്വതന്ത്രമാണെന്നും തൻ്റെ പ്രൊഫഷണൽ മികവാണ് തന്നെ ഇവിടം വരെ എത്തിച്ചതെന്നുമാണ് ആദവിൻ്റെ പക്ഷം. 2025 സെപ്റ്റംബറിൽ കരൂരിൽ നടന്ന TVK റാലിക്കിടെയുണ്ടായ തിക്കും തിരക്കും 41 പേരുടെ മരണത്തിനിടയാക്കിയത് വലിയ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെ അധികാരികൾക്കെതിരെ യുവാക്കൾ വിപ്ലവം നയിക്കണമെന്ന് ആദവ് X പ്ലാറ്റ്ഫോമിൽ കുറിച്ച പോസ്റ്റ് വലിയ നിയമപ്രശ്നങ്ങൾക്കും കാരണമായി. ശ്രീലങ്കയിലെയും നേപ്പാളിലെയും രാഷ്ട്രീയ അട്ടിമറികളുമായി താരതമ്യം ചെയ്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഇതിനെതിരെ തമിഴ്നാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും മദ്രാസ് ഹൈക്കോടതി അത് റദ്ദാക്കി.
രാഷ്ട്രീയമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഏതൊരു പൗരനും അവകാശമുണ്ടെന്നും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതല്ല ആ പോസ്റ്റ് എന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ആദവ് അർജുനെ പോലെയുള്ള യുവ നേതാക്കളുടെ ഉദയം തമിഴ് രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാണ്. പരമ്പരാഗതമായി നിലനിന്നു പോരുന്ന കുടുംബ വാഴ്ചയ്ക്കും വൈകാരിക രാഷ്ട്രീയത്തിനും പകരം തന്ത്രപരമായ ആസൂത്രണവും പ്രൊഫഷണൽ സമീപനവും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കായിക താരം എന്ന നിലയിലുള്ള പോരാട്ട വീര്യവും സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിലുള്ള ബുദ്ധി വൈഭവവും ലോട്ടറി വ്യവസായ സാമ്രാജ്യവുമായുള്ള ബന്ധം നൽകുന്ന സാമ്പത്തിക ഭദ്രതയും ആദവ് അർജുനയെ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാക്കി മാറ്റുന്നു. വരും വർഷങ്ങളിൽ തമിഴ്നാടിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ആദവ് അർജുന എന്ന പേര് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകുമെന്നത് വരാനിരിക്കുന്ന കാലമാണ് തെളിയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.